നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രക്ക് ചാർട്ട് ഉണ്ടാക്കുന്നത് എല്ലാവരും വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു കാര്യമാണ്. ട്രക്ക് ചാർട്ട് ഉണ്ടാക്കിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ ട്രക്ക് ചാർട്ടിൽ അഡ്മിനിസ്ട്രേ ഇത് സമയമൊക്കെ എഴുതും. രാവിലെ 7 മണിക്ക് കൊടുക്കേണ്ട ഒരു മരുന്ന് മറ്റ് പേഷ്യൻസിനൊക്കെ കൊടുത്തു വന്നപ്പോൾ നേഴ്സിന് എമർജൻസി കോൾ വന്ന് പോയി. 11 മണിക്കാണ് ഓർത്തത് അത് കൊടുത്തില്ലെന്ന്, ഓടിപ്പോയത് കൊടുത്തു. ഉച്ചയ്ക്ക് 1 മണിക്ക് അടുത്ത ഡോസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ശരിയാണോ? ടൈം ക്രിട്ടിക്കലാണ് പല മരുന്നുകളും. ആ ട്രക്ക് ചാർട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്തില്ല 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് അലർട്ട് വരുന്നുണ്ടാവും. 30 മിനിറ്റ്സിൽ നേഴ്സിംഗ് സൂപ്രണ്ടിന് അലർട്ട് വരുന്നുണ്ടാവും. 45 മിനിറ്റ് കഴിഞ്ഞും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ട്രീറ്റിംഗ് ഡോക്ടർക്ക് അലർട്ട് പോകുന്നുണ്ടാവും. ഗ്രേപ്സിൽ വർഷങ്ങളായി ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ടൈമിംഗ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ടൈമിംഗ് അലർട്ട്. എന്തിനാണിതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പോലും 1 അവറോ 2 അവറോ ആ ടൈമിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ക്രിട്ടിക്കലാണ്. എന്നാൽ ഡെയിലി മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് 30 മിനിറ്റ്സിൽ കൂടുതലുള്ള വേരിയേഷൻ ഒരെണ്ണവശാലും വരാൻ പാടില്ല. മാക്സിമം 1 അവറാണ് പലപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് 45 മിനിറ്റിൽ ട്രീറ്റിംഗ് ഡോക്ടർക്ക് അലർട്ട് പോകുന്നത് ശരിയായിക്കോളും നിങ്ങളുടെ കാര്യം. ഓക്കെ, അതുകൊണ്ട് അത്തരത്തിൽ അലർട്ടുകൾ വന്നു കഴിഞ്ഞാൽ അധികം സമയം ആ അലർട്ടുകൾ വരാറില്ല, ഉടനെ അത് ശരിയായിക്കോളും. നമുക്ക് ഈ ഒരു മെഡിസിൻസിന് കൃത്യമായി ISMB അക്യൂട്ട് കെയർ ഗൈഡ് ലൈൻസ് ഫോർ ടൈംലി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് മെഡിസിൻസ് എന്ന് പറഞ്ഞൊരു ഗൈഡ് ലൈൻ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആൾറെഡി അവൈലബിൾ ആണ് സൈറ്റിലൊക്കെ. ഗ്രേപ്സിൽ നിന്നും നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ചില മരുന്നുകൾ ടൈം ക്രൂഷ്യലാണ്, ടൈം ക്രിട്ടിക്കലാണ്. അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് ടൈം വളരെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഈ ടൈമിൽ റിലാക്സേഷനുള്ള മരുന്നുകളുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ OTയിലൊക്കെ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ടൈം ക്രൂഷ്യലാണ്. സഡേറ്റീവ് മെഡിസിൻസ് കൊടുക്കുമ്പോൾ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊസീജിയർ ഫിക്സ് ചെയ്തിരിക്കുന്ന സമയത്തിന് ഇത്ര മിനിറ്റ് മുമ്പ് എന്നത് വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് തോന്നുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. അത് ആ സമയം കൃത്യമായും പാലിക്കണം. കീമോതെറാപ്പി പോലുള്ള കാര്യങ്ങളിൽ വളരെ ക്രൂഷ്യൽ ടൈമിംഗ് ഉണ്ട്. അവിടെ ഓരോ മരുന്നിന് ആഫ്റ്റർ അടുത്ത മരുന്ന് എന്നത് ടൈം വളരെ ക്രിട്ടിക്കലാണ്. സോ ടൈമിംഗ് ഈസ് വെരിഫൈഡ് ഫ്രം ദ ഓർഡർ ബിഫോർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ MOM 7G വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് സേഫ്ലി മെഡിക്കേഷൻസ്. നമ്മൾ സേഫ് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ എന്നാൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒരെണ്ണമാണ് ടൈമിംഗ് ഈസ് വെരിഫൈഡ് ഫ്രം ദ ഓർഡർ ബിഫോർ അഡ്മിനിസ്ട്രിങ് ദ മെഡിസിൻ എന്നത് MOM 7G.